അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങളൊരു കപ്പിൾ ട്രിപ്പ് പോവുകയാണ്. ഞങ്ങൾ മാത്രം ആംസ്റ്റർഡാമിലേക്ക്. ഡബ്ലിൻ എയർപോർട്ടിൽ നിന്ന് രാവിലെ ഒരു അടിപൊളി ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ ആംസ്റ്റർഡാമിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഡബ്ലിനിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂറാണ് ആംസ്റ്റർഡാമിലേക്കുള്ള ട്രാവൽ ടൈം. റയനെയർ, അയർലൻഡിൻ്റെ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ബഡ്ജറ്റ് എയർലൈനായ റയനെയറിൽ എപ്പോഴും ഓഫേഴ്സ് വരും. നമുക്ക് വെറും 14 യൂറോ, 15 യൂറോ അല്ലെങ്കിൽ ഒരു 20 യൂറോയ്ക്കൊക്കെ എപ്പോഴും ഓഫർ ടിക്കറ്റ് കിട്ടും ആംസ്റ്റർഡാമിലേക്ക്. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫാമിലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കുട്ടികൾ, സ്കൂള്, ജോലി, തിരക്ക്, അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് നമ്മൾ ഫുള്ളി പാക്ഡ് ആവും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ കപ്പിൾ യാത്ര അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും മാത്രമായിട്ടൊരു യാത്ര എന്നൊക്കെ പറയുന്നത് വളരെ റെയറായിട്ട് സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈവൻ നമുക്ക് ഭയങ്കര ഗിൽറ്റ് ഫീലിംഗ് ആണ് കുട്ടികളെ ആക്കിയിട്ടൊക്കെ പോയി നമ്മളൊരു യാത്ര ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളുടെ ഈ യാത്ര സാധ്യമാവുന്നത് തന്നെ അങ്ങനെ നമുക്കതുപോലുള്ള ഫ്രണ്ട്സ്, നമ്മുടെ കുട്ടികളെ 2 ദിവസം നോക്കാമെന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു യാത്ര ഞങ്ങൾക്ക് പോസിബിളായത്. എല്ലാ യാത്രകളും ഞങ്ങൾ സ്വന്തമായി റിസർച്ച് ചെയ്ത് സ്വന്തമായി ഗൂഗിളിലും ChatGPTയിലും ഒക്കെ തപ്പി ഹോട്ടലായിക്കോട്ടെ, ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ട്രെയിൻ ആയിക്കോട്ടെ എല്ലാം നമ്മൾ തന്നെ കമ്പയർ ചെയ്ത് ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യാറുള്ളത്. യൂറോപ്യൻ പാസ്പോർട്ടോ, അതായത് നമുക്ക് ഐറിഷ് പാസ്പോർട്ടോ അല്ലെങ്കിൽ ഷെങ്കൻ വിസയോ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കൊരു വീക്കെൻഡിൽ 2 ദിവസത്തേക്ക് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് ആംസ്റ്റർഡാം. ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ ഓഫർ ഉള്ളപ്പോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു 500 യൂറോ അല്ലെങ്കിൽ 500-നും 1000-ത്തിനിടയിൽ മാക്സിമം ആംസ്റ്റർഡാമൊക്കെ ഒരു വീക്കെൻഡ് പോയിട്ട് സുഖമായിട്ട് ഒരു കപ്പിളിന് പോയിട്ട് വരാൻ പറ്റും. ആംസ്റ്റർഡാം എയർപോർട്ട് നല്ല അടിപൊളി എയർപോർട്ടാണ്, നല്ല വലിയ എയർപോർട്ടാണ്. നമുക്കറിയാം ലോകത്തിലെ തന്നെ ഒരു തിരക്കുള്ള എയർപോർട്ടുകളുടെ ലിസ്റ്റ് എടുത്താൽ അതിലൊന്ന് ആയിട്ട് വരുന്ന എയർപോർട്ടാണ് ആംസ്റ്റർഡാം എയർപോർട്ട്. ആംസ്റ്റർഡാം എയർപോർട്ടിൽ യൂറോപ്പിലെ ഒട്ടുമിക്ക വലിയ എയർപോർട്ടും പോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ ട്രെയിനും ട്രാമും ബസ്സുമായിട്ട് സിറ്റിയിലോട്ടും മറ്റെല്ലാ പ്രധാന നഗരങ്ങളിലോട്ടും നമുക്ക് നല്ല കണക്ടിവിറ്റിയാണ്. എയർപോർട്ടിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറുണ്ട്, ടിക്കറ്റ് എടുക്കുന്ന മെഷീനുണ്ട്. എയർപോർട്ടിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് ആംസ്റ്റർഡാം സ്കിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ആംസ്റ്റർഡാം സിറ്റിക്ക് ഇറങ്ങാൻ പല ഓപ്ഷൻസ് ഉണ്ട്, പല ട്രാവൽ കാർഡുകളുണ്ട്. ഈ ആംസ്റ്റർഡാം ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ദിവസത്തേക്ക്, 2 ദിവസത്തേക്ക്, 3 ദിവസത്തേക്ക്, 5 ദിവസത്തേക്ക് നമ്മൾ പല ആവശ്യങ്ങളനുസരിച്ച് നമുക്ക് എടുക്കാം. 1 ഡേക്ക് 65 യൂറോയും 3 ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിൽ 110 യൂറോയും 5 ദിവസത്തേക്ക് 135 യൂറോയാണ് പെർ പേഴ്സൺ ചാർജ്. അതിനകത്ത് 70ഓളം മ്യൂസിയങ്ങൾ, പബ്ലിക് ട്രാൻസ്പോർട്ട്, കനാൽ ക്രൂസ്, ബൈക്ക് റെൻ്റൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡാണ്. ഇനി അതല്ല, ഞങ്ങളിപ്പോൾ താമസിച്ചോളൂ, ഞങ്ങൾ ആംസ്റ്റർഡാമിൻ്റെ ഔട്ട്സ്കേർട്സിൽ നോവോട്ടൽ എന്ന് പറയുന്നൊരു 4-സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചത്. അങ്ങനെ നിങ്ങൾ ആംസ്റ്റർഡാമിൻ്റെ ഔട്ട്സ്കേർട്സിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആംസ്റ്റർഡാം റീജിയൻ ടിക്കറ്റ് എടുക്കാം. അതിനകത്തും ഈ പബ്ലിക് ട്രാൻസ്പോർട്ടുകളെല്ലാം ഇൻക്ലൂഡാണ്. ട്രാവൽ ടിക്കറ്റ് എടുക്കുന്നതിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ എല്ലാ ട്രാവൽ, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടുകളിലെ നമ്മുടെ ട്രെയിന്, ട്രാം, ബസ് എല്ലാം ഈ ടിക്കറ്റ് കൊണ്ട് കവേർഡാണ്. നമുക്ക് വളരെയധികം പൈസ സേവ് ചെയ്യാൻ പറ്റും. ഈ ട്രാവൽ കാർഡുകളൊക്കെ നമുക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യാം. ഞങ്ങളുടെ ഹോട്ടലിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഹൂഫ് ദ ഡോർപ്പ് ആണോ ഹൂഫ് ഡോർപ്പ് ആണോ എന്ന പേരിൽ ഞങ്ങൾ തമ്മിലൊരു തർക്കം തന്നെ ഉണ്ടായിരുന്നു. അവസാനം ഗൂഗിളിൽ നോക്കിയിട്ട് പ്രൊനൗൺസിയേഷനൊക്കെ ചെക്ക് ചെയ്ത് ഹൂഫ് ദ ഡോർപ്പ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്നാണ് മഞ്ജു പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി, ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. നല്ല അടിപൊളി മുറിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ലവ് ഹോളിഡേയ്സിലാണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾക്ക് 2 നൈറ്റ്സിന് ഹോട്ടൽ ഏകദേശം 400 യൂറോയ്ക്കാണ് കിട്ടിയത്. UK നിന്ന് അയർലൻഡിൽ നിന്നൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് EU പ്ലഗ് അഡാപ്റ്റർ മേടിക്കണം. കാരണം ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് 3 പിൻ പ്ലഗാണ് അവിടെ ഉള്ളത്. 2 പിന്നും 3 പിന്നും ആയിട്ട് വരുന്നുണ്ട്. ഹോട്ടലിലെത്തി ഒന്ന് റിഫ്രഷായി ഞങ്ങൾ സിറ്റിയിലോട്ട് ഇറങ്ങി. ആംസ്റ്റർഡാമിൻ്റെ ട്രാവൽ പാസ് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുമ്പോൾ നമുക്ക് സിറ്റിയുടെ വിശദമായ ഒരു മാപ്പും കൂടെ അതിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട റൂട്ടുകളും പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻസും ടൂറിസ്റ്റ് അട്രാക്ഷൻസും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അടുത്ത ട്രെയിൻ പിടിച്ച് ഞങ്ങൾ ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷനിലെത്തി. നെതർലൻഡ്സിലെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷൻ. 1889 ഈ സ്റ്റേഷൻ തുറന്നത്. ആർക്കിടെക്ചറലായും കാണാൻ ഒത്തിരി ഭംഗിയുള്ള ഒരു പുരാതനമായ, ഇപ്പോഴും പഴമ കാത്തുസൂക്ഷിക്കുന്ന ഒരു സ്റ്റേഷനാണ് ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷൻ. അതുമാത്രമല്ല, സെൻട്രൽ സ്റ്റേഷന് മുന്നിൽ തന്നെ
നമുക്ക് സിറ്റി കനാലിലൂടെ ബോട്ടിൽ സൈറ്റ് സീയിങ് ചെയ്യാനുള്ള ബോട്ടുകളും ആംസ്റ്റർഡാമിലെ ഫേമസ് ആയ കനാൽ ക്രൂയിസുകളുടെ പല പല ഓഫറുകളും ഒക്കെ അവിടെ നിന്ന് തന്നെ ചോദിച്ച് മേടിച്ച് നമുക്ക് ഇഷ്ടമുള്ള പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ഞങ്ങൾ മുന്നോട്ട് നടന്നു. കഞ്ചാവും മാജിക് മഷ്റൂമും ലൈംഗികോൽപ്പന്നങ്ങളും ലഹരി വസ്തുക്കളുമൊക്കെ നിറഞ്ഞാടുന്ന ആംസ്റ്റർഡാമിലെ പ്രശസ്തങ്ങളായ തെരുവിലൂടെയുള്ള ഞങ്ങളുടെ നടത്തം ഒരു കൗതുകത്തിൽ നിന്നോണം ഞങ്ങൾ പല കടകളിലും കയറി ഇറങ്ങി. ഇത് വേറൊരു ലോകം തന്നെയാണ്. വളരെ ഓപ്പണായി, വളരെ ലീഗലായി ലഹരി വസ്തുക്കൾ നിറഞ്ഞാടുകയാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്നോണം നിങ്ങൾക്ക് നടന്ന് കയറി ഇറങ്ങി വില പേശി വില ചോദിച്ചു ഓരോന്നും നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിക്കാം ഇവിടെ. വഴിയരികിൽ നിറയെ ഇഷ്ടംപോലെ സ്വീറ്റ്സും മറ്റു പലഹാരങ്ങളൊക്കെ വെക്കുന്ന ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. നടന്ന് അങ്ങനെ ഞങ്ങൾ ദി വാലൻ അഥവാ ചുമരുകൾ എന്നറിയപ്പെടുന്ന ആംസ്റ്റർഡാമിലെ ചുവന്ന തെരുവിലെത്തി. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഒരു കൺവെൻഷണൽ ചിന്താഗതി വെച്ച് നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വളരെ ലീഗലൈസ്ഡ് ആയിട്ട് കഞ്ചാവും മാജിക് മഷ്റൂമും അല്ലെങ്കിൽ സെക്സ് ട്രേഡൊക്കെ നടക്കുന്നു. അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. മറ്റേതൊരു പ്രൊഫഷനെയും പോലെ വളരെയധികം ലീഗലൈസ് ചെയ്തുകൊണ്ട് എല്ലാവിധ നിയമ പ്രൊട്ടക്ഷനും കൊണ്ട് മിനിമം വേതനവും മറ്റെല്ലാ സുരക്ഷയും ഉറപ്പാക്കി വളരെയധികം നല്ല രീതിയിൽ ഒരു ജോലി എന്ന പോലെയാണ് ആൾക്കാർ ഇവിടെ ചെയ്യുന്നത്. ഏകദേശം മിഡ് നൈറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നാം ദിവസത്തെ കറക്കൊക്കെ ഏകദേശം അവസാനിപ്പിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. രണ്ടാം ദിവസം ബസ്സിലാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി സ്കിഫോൾ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് ചെന്നു. ബസ്സിൽ കയറി സ്കിഫോൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് സ്റ്റേഷൻ്റെ അടുത്തുള്ള നദിക്കരയിലൊക്കെ കുറച്ച് നേരം ചിലവഴിച്ച് ഞങ്ങൾ ആംസ്റ്റർഡാമിലെ പ്രശസ്തമായ ഡാം സ്ക്വയറിലെത്തി. ആംസ്റ്റർഡാമിലെ ഡാം സ്ക്വയർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ വെൽ നോൺ പബ്ലിക് സ്ക്വയർ ആണ്. ഒരുപാട് ആക്ടിവിറ്റീസും ഒരുപാട് കാര്യങ്ങളൊക്കെ എന്നും നടക്കുന്ന വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള വളരെ ആക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. ചെറിയൊരു സ്ഥലമാണ് കേട്ടോ, അല്ലാണ്ട് വലിയൊരു ഗ്രൗണ്ട് അങ്ങനത്തെ സ്ഥലമൊന്നുമല്ല, ചെറിയൊരു സ്ഥലമാണ്. പക്ഷേ ഒരുപാട് ചെറിയ ചെറിയ കാഴ്ചക്കാർ, ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് അതൊക്കെ എപ്പോഴും നടക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണ് ആംസ്റ്റർഡാമിലെ മാഡം ടുസാഡ്സ് വാക്സ് മ്യൂസിയം ഉള്ളത്. ഡാം സ്ക്വയറിൽ കുറച്ച് നേരം കറങ്ങി നടന്ന ശേഷം ഞങ്ങൾ അടുത്തുള്ളൊരു പബ്ബിൽ കയറി ബിറ്റർ ബോളൻ ടേസ്റ്റ് ചെയ്തു. ആംസ്റ്റർഡാമിലെ ഒരു ഫേമസ് സ്നാക്കാണ് ബിറ്റർ ബോളൻ. മീറ്റ് ബോൾ ബ്രെഡ് ക്രംസ് ചേർത്ത് ഡീപ് ഫ്രൈ ചെയ്തിട്ട് ചീസിൽ മുക്കി കഴിക്കുന്ന ഒരു സാധനമാണ്. കുഴപ്പമില്ല, ഒരു ടേസ്റ്റ് ചെയ്യാൻ നല്ലതാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നടന്ന് ജോർദാൻ എന്ന് പറയുന്ന ആംസ്റ്റർഡാമിലെ ഒരു സ്ട്രീറ്റ് ഉണ്ട്. അതും കുറച്ച് ഫേമസ് ആണ്. അവിടെ ഒരുപാട് ബുട്ടീക്ക് ഷോപ്സും പിന്നെ വേറൊരു സ്റ്റൈൽ ഓഫ് ബിൽഡിങ്സും ഷോപ്സൊക്കെയാണ്. അപ്പോൾ അതുവഴിയൊക്കെ കുറച്ച് നേരം കറങ്ങി നടന്നു. ഇൻസ്റ്റാഗ്രാമിൽ ജോർദാൻ എന്ന് പറയുന്ന സ്ട്രീറ്റിനെ കുറിച്ച് ഒരുപാട് വീഡിയോസും ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ നേരിട്ട് വന്നപ്പോൾ അത്രയ്ക്ക് ഒരു വലിയ സംഭവമായിട്ടൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. മേ ബി ഞങ്ങൾ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്ത് കാണും. പക്ഷേ ഞങ്ങൾക്ക് അത്രയ്ക്കൊരു അടിപൊളിയായിട്ട് അവിടെ എന്തെങ്കിലും ഉള്ളതായിട്ടൊന്നും അങ്ങനെ തോന്നിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ആംസ്റ്റർഡാം കനാൽ ക്രൂയിസാണ് ചെയ്തത്. ആംസ്റ്റർഡാമിൽ വിസിറ്റ് ചെയ്യുന്ന ടൂറിസ്റ്റുകളെല്ലാം കൂടുതലായിട്ടും ചെയ്യുന്ന ഒരു കാര്യമാണ് ആംസ്റ്റർഡാം കനാൽ ക്രൂയിസ്. കനാലിലൂടെ ക്രൂസിലൊരു യാത്ര, ഫോട്ടോസ് എടുക്കൽ, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു രസമുള്ളൊരു പരിപാടിയാണ്.
1 മണിക്കൂറാണ് അതിൻ്റെ ദൈർഘ്യം. നമുക്ക് 17 യൂറോ ഒക്കെയാണ് അഡൾട്ടിന് ടിക്കറ്റ്, 8-8.5 യൂറോയാണ് കുട്ടികൾക്ക്. 1 മണിക്കൂർ നമ്മൾ കനാലിലൂടെ ആംസ്റ്റർഡാമിൻ്റെ പ്രധാന ഭാഗങ്ങളും നഗരങ്ങളും പഴയ ബിൽഡിങ്ങുകളും ഒക്കെ ചുറ്റിക്കറങ്ങി നമ്മുടെ കൂടെയുള്ള ബോട്ടിലുള്ള ആൾ അതിൻ്റെ കഥകളും ചരിത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും. ഒരു രസമുള്ളൊരു പരിപാടിയാണ് വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ. കനാൽക്കരയിൽ വീതി കുറഞ്ഞ് ഉയരത്തിൽ ഒരുപോലെ പണിതിരിക്കുന്ന ഈ ബിൽഡിങ്സ് ഡാൻസിങ് ഹൗസസ് എന്നറിയപ്പെടുന്നു. ചതുപ്പ് നിലത്തിൽ വുഡൻ പൈൽസിൽ പണിതിരിക്കുന്ന ഈ വീടുകൾ വുഡൻ പൈൽസിന്റെ ഷിഫ്റ്റിംഗ് അനുസരിച്ച് കാലക്രമേണ ചാഞ്ഞും ചരിഞ്ഞും ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഡാൻസിങ് ഹൗസസ് എന്ന് വിളിക്കുന്നത്. കനാൽ ക്രൂസ് കഴിഞ്ഞ് ഞങ്ങൾ ഹൈനക്കൻ ഡിസ്റ്റിലറി കാണാൻ പോയി. ലോകത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ബിയറുകളിലൊന്നാണ് ഹൈനക്കൻ്റെ ഡിസ്റ്റിലറി ആംസ്റ്റർഡാമിലാണുള്ളത്. ആംസ്റ്റർഡാമിലെ ഹൈനക്കൻ ഡിസ്റ്റിലറി വൺ ഓഫ് ദ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ്. സത്യം പറഞ്ഞാൽ ബിയർ ഉൽപ്പാദനവും അല്ലെങ്കിൽ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ഇൻട്രസ്റ്റിംഗ് ആവണമെങ്കിലും പൊതുവെ അത്ര വലിയൊരു എൻഗേജിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കുറേ റുട്ടീൻ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ടൂർ നമുക്ക് ഫ്രഷ്ലി ഉണ്ടാക്കിയ 3 ദിവസം മാത്രം പഴക്കമുള്ള ഹൈനക്കൻ ടേസ്റ്റ് ചെയ്യാൻ കിട്ടും. അതാണ് ഹൈനക്കൻ ഡിസ്റ്റിലറി ടൂർ. ഹൈനക്കൻ ബിയറിൻ്റെ ചരിത്രവും അത് ഉണ്ടാക്കുന്ന രീതികളും പിന്നെ അവർ വന്ന നാൾ വഴികളും പിന്നെ ഒരുപാട് വിഷ്വൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. രണ്ട് 300 ml ഗ്ലാസ് ഫ്രഷ് ബിയർ ടേസ്റ്റിംഗ് ഉൾപ്പെടെ ഒരു അഡൾട്ടിന് 25 യൂറോ അല്ലെങ്കിൽ ചിലപ്പോൾ 26 യൂറോ ഒക്കെയാണ് ടിക്കറ്റ്. സത്യം പറഞ്ഞാൽ അത് അത്ര വെർത്തായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. അതിനൊക്കെ ടൂറൊക്കെ കഴിഞ്ഞ് ആംസ്റ്റർഡാമിലെ സ്ട്രീറ്റിൽ രാത്രി കുറേ നേരം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് 2ാം ദിവസം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. 3ാം ദിവസം രാവിലെ തന്നെ ഞങ്ങൾ മാർക്കറ്റുകൾ കാണാനായിട്ടാണ് ഇറങ്ങിയത്. ഫ്ലവർ മാർക്കറ്റ് കണ്ടു. ലോകത്തെ ഏറ്റവും കൂടുതൽ ചീസിന് ഫേമസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് നെതർലാൻഡ്സ്. അതുപോലെ ആംസ്റ്റർഡാം സിറ്റി പലതരം ചീസുകൾ, ട്രഡീഷണൽ ആയിട്ടുള്ള ചീസ് മേക്കിംഗ് വളരെ ഫേമസ് ആണ്. ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ചീസ് മേക്കിംഗ് കടയിൽ പോയി ചീസ് ടേസ്റ്റ് ചെയ്തു. പിന്നെ ലഞ്ച് കഴിക്കാൻ പോയപ്പോൾ ഒരു റോബോ ബാർ കണ്ടു. അത് റോബോട്ടിക് ആംസ് ആണ് അവിടെ കോക്ടെയിൽസും ഡ്രിങ്ക്സും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറേ കാര്യങ്ങൾ കണ്ട് അങ്ങനെ നടന്നു. ആംസ്റ്റർഡാമിൽ ശരിക്കും ഒരുപാട് കാണാനുണ്ട്. ടൂലിപ്പ് ഫെസ്റ്റിവലിൻ്റെ സമയത്ത് പോയ ടൂലിപ്പ് കാണാനുണ്ട്. സിറ്റി തന്നെയാണെങ്കിലും വാൻ ഗോഗ് മ്യൂസിയം, ആൻ ഫ്രാങ്ക് ഹൗസ്, അങ്ങനെ ഹിസ്റ്റോറിക്കലായിട്ടും നോളജ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ, മ്യൂസിയങ്ങൾ, സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. ഞങ്ങളുടെ ഒരു ക്വിക്ക് വീക്കെൻഡ് ട്രിപ്പ് ആയതുകൊണ്ട് നേരത്തെ കൂട്ടി ഒന്നും ബുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഈ ഒരു ട്രിപ്പിൽ കവർ ചെയ്തുള്ളൂ. കൂടുതൽ സ്ഥലങ്ങൾ കാണുക എന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ ഈ ട്രിപ്പിൽ ഉദ്ദേശിച്ചത് ഒരു ക്വിക്ക് ബ്രേക്ക്, ഒരു ക്വിക്ക് ഗെറ്റ് അവേ ആയിരുന്നു. 3ാമത്തെ ദിവസം ഞങ്ങൾക്ക് കാര്യമായിട്ടങ്ങനെ ഞങ്ങളുടെ ലിസ്റ്റിൽ കാണാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാട് നാളുകൂടിയാണ് ഞങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ, അതായത് കുട്ടികളും നമ്മുടെ വീട്ടിലെ തിരക്കുകളും സ്കൂളും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാണ്ട് ഞങ്ങൾ മാത്രമായിട്ട് കിട്ടുന്ന കുറച്ച് ദിവസങ്ങൾ. അപ്പോൾ ഞങ്ങൾ രാവിലെ ചുമ്മാ നടന്നു. ആംസ്റ്റർഡാമിൻ്റെ സ്ട്രീറ്റിലൂടെയും പല പല മാർക്കറ്റുകളിലൂടെയും ഫേമസ് ആയ ഫ്ലവർ മാർക്കറ്റിലൂടെയൊക്കെ ചുമ്മാ തെണ്ടി നടന്നു. അങ്ങനെ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ഒരു ഉത്തരവാദിത്തങ്ങളും ഇല്ലാതെ കൈ പിടിച്ച് ചുമ്മാ നടക്കുന്നതും ഒരു സുഖമല്ലേ അല്ലേ? നമ്മൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളും മറ്റ് തിരക്കുകളൊക്കെ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മൾ മാത്രം, അതായത് ഹസ്ബൻഡും വൈഫും മാത്രമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് അലസമായി റിലാക്സ്ഡായി നടക്കുന്ന ഈ മൊമെൻറ്റ്സൊക്കെയാണ് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, പറ്റുമെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരു കപ്പിൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുക. നിങ്ങൾ മാത്രമായിട്ട് 1-2 ദിവസം മതി. അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ ഭയങ്കര ഒരു ഫ്രഷ്നെസ്സും ഭയങ്കര ഒരു റിലാക്സ്ഡ് ഫീലിങ്ങും തരും. NRML ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ട്രാവൽ വീഡിയോസും ഇൻഫർമേറ്റീവ് വീഡിയോസും ഒക്കെ ആയിട്ട് ഉടനെ കാണാം. See you. Take care.